ഒന്നുമില്ല, സിമ്പിൾ. പക്ഷേ ശ്രുതി ശുദ്ധമായി താളം ഒരു കടുകുമണി പോലും തെറ്റാതെ പാടിയാണ് 82 വിദ്യാർത്ഥികൾ 3 സ്കോർ ഷീറ്റിലും എഴുതിച്ചത്. അന്ന് എനിക്ക് വേണ്ടി പരിശോധിച്ചപ്പോൾ അങ്ങനെയാണ് എനിക്ക് സമ്മാനം കിട്ടിയത്. ഇപ്പൊ കുട്ടികളുടെ തൊണ്ടയിൽ കസർത്താണ്, ലളിതഗാനം. ഓരോന്നിനും രീതികളാണ്. കഴിവ് കസർത്ത് കാണിച്ചാലേ ലളിതഗാനമാകും എന്ന് ആരൊക്കെയോ പറഞ്ഞു കൊടുത്തു. പിന്നെ അവർ മത്സരിക്കുകയാണ് കസർത്ത് കൊണ്ട്. രാഗമാലികകളാണ് പാടുന്നത്. രാഗമാലികകളാണ് കുട്ടികൾ പലപ്പോഴും. ഞാൻ കഴിഞ്ഞ വർഷം ലളിതഗാനത്തിൽ വിദ്യാർത്ഥമായിരുന്നു, എന്റെ തലേ വർഷം. അതിന് മുൻപ് മാപ്പിളപ്പാട്ടൊക്കെ കുറെ ഇനങ്ങൾക്ക് വിദ്യാർത്ഥമായിരുന്നു. സ്റ്റേറ്റ് ചെയ്യാൻ 13 കൊല്ലമായിട്ടുണ്ട്. അപ്പോ ലളിതഗാനം എന്ന് പറഞ്ഞാൽ ലളിതഗാനം, ആ പദങ്ങൾ ഉദ്ദേശിക്കുന്നത് തന്നെ പാടണം എന്നാണ് നിയമം. പക്ഷെ കുട്ടികളുടെ കഴിവ് കാണിക്കാൻ പാടുമ്പോ പിന്നെ ആ പാട്ടുകളെ താരതമ്യം ചെയ്യാൻ കഴിയുള്ളൂ. വേറെപ്പോ ഇങ്ങനെ ഒന്നും പാടണമെന്ന് വിചാരിക്കുന്നില്ല. നമ്മുടെ പുതുതലമുറയ്ക്ക് പകർന്നു കൊടുക്കേണ്ട ഒരു സന്ദേശം പാടാം. ആ സന്ദേശം മറ്റൊന്നുമല്ല, ദൈവത്തിന്റെ പര്യായം ഈശ്വരൻ, അള്ളാഹു, പടച്ചവൻ, സർവലോക രക്ഷിതാവ്, സർവേശ്വരൻ, ഈശ്വരൻ, കൃഷ്ണൻ എന്നൊക്കെ പറയാം. ദൈവത്തിന്റെ പര്യായങ്ങൾ ആദ്യം കുട്ടികളെ പഠിപ്പിക്കേണ്ട പര്യായം എന്താണെന്നറിയോ? സ്നേഹം. ഗോഡ് ഈസ് ഈക്വൽ ടു ലവ്. ദൈവം സ്നേഹമാണെന്നാണ് ആദ്യം കുട്ടികൾ എന്ത് പേരിൽ വിളിക്കാം. പ്രഭേ എന്ന് വിളിക്കാം, പടച്ചവനെ എന്ന് വിളിക്കാം, കൃഷ്ണ എന്ന് വിളിക്കാം, മാതാവേ എന്ന് വിളിക്കാം, അല്ലേ, സർവേശ്വര എന്ന് നമുക്ക് വിളിക്കാം. അത് നമ്മൾ ഓരോ പേരിൽ വിളിക്കുകയാണ്. പക്ഷെ അതിൽ ആദ്യത്തെ പദവിയാണ് സ്നേഹം. ദൈവം സ്നേഹമാണെന്ന് മക്കളെ പഠിപ്പിച്ച, സ്നേഹമാണ് ദൈവം, സ്നേഹമാണ് അഖിലസാരം മൊഴി, അതാണ് ദൈവം എന്ന് മക്കളെ പഠിപ്പിച്ച, ഇവിടെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാവും കാലങ്ങൾ കൊണ്ട്, അല്ലേ, കലുഷിതമാണ് ലോകം. അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായിരിക്കണം സംഗീതം, അതിനായിരിക്കണം കല, അല്ലേ. കലയില്ലാത്തിടത്ത് കലാപം ഉയരുമെന്നാണ് പറയുന്നത്. അപ്പൊ കലാപങ്ങൾ കുറയണമെങ്കിൽ അവിടെ കല സജീവമാകണം. അങ്ങനെ ആവട്ടെ എന്നാണ് വീണ്ടും പ്രാർത്ഥിക്കുന്നു. അടുത്തതായി മുസ്ലിം ലീഗിന്റെ ദേശീയ അടുത്തതായി യോഗ ആചാര്യൻ ഡോക്ടർ സുരേഷ് പത്താമത്ത പ്രധാന കേരള മുസ്ലിം ബ്രഹ്മ കൗൺസിൽ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് അൻഷാദി കർണാടകി പ്രധാന അബ്ദുറഹ്മാൻ ഷഫീഖ് പ്രധാന തൃശൂർ മുസ്ലിം വന്ന എനിക്ക് തിരുവനന്തപുരത്തെ എല്ലാവരുടെയും സ്നേഹം, പിന്നെ എൻ്റെ കലയെ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദി. ബഷീർക്കാർക്ക് പ്രത്യേകിച്ചും നന്ദി. ഞാൻ കൂടുതൽ സംസാരിച്ചധികം പഠിച്ചൊന്നുമില്ല നിങ്ങളൊക്കെ. അപ്പൊ അതുകൊണ്ട് ചെറിയ രീതിയിൽ എല്ലാവരോടും എൻ്റെ ഈ കലയെ പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും നന്ദി. ഈ ചടങ്ങിന് നന്ദി പറയുകയാണ് സെക്രട്ടറി അധ്യക്ഷ അഡ്വക്കേറ്റ്